to Annie's Kitchen and you're watching Annie's Kitchen with Annie. അതെ, ഇന്ന് നോൺ വെജ് ചെയ്യുന്നോണ്ടാന്നേ എന്നാന്നറിയോ ഭയങ്കര സന്തോഷമാണ്. നോൺ വെജ് കണ്ട് എന്നതേലും ഒരു റെസിപ്പി നോൺ വെജിൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് എന്നാന്ന് വെച്ചാൽ മക്കൾക്ക് സന്തോഷം വരുമ്പോൾ ഏറ്റവും കൂടുതൽ അമ്മമാർക്ക് സന്തോഷം വരുന്നത്. അമ്മമാർ ഏറ്റവും എത്ര നല്ല ഭക്ഷണം മക്കൾക്ക് കൊടുക്കാൻ സാധിക്കുമോ അത്രയും നല്ല ഭക്ഷണം എത്രയും ഹൈജീനായിട്ട് എത്രയും ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ സാധിക്കുമോ അത്രയും എന്താ പറയുക പരീക്ഷണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടാണ് എല്ലാ അമ്മമാരും ഇരിക്കുന്നത്. അതേപോലെ ഏതൊരു സ്ത്രീ ആണെങ്കിലും വീട്ടിലേക്കൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മാക്സിമം എഫേർട്ട് ഇട്ട് സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എൻ്റെ വീട്ടുകാരും കഴിക്കണം എന്ന രീതിയിലാണ് ഈവൻ ഒരു ചമ്മന്തി അരയ്ക്കുമ്പോൾ പോലും ചെയ്യുന്നത്. എനിക്കും സത്യം ഞാൻ പറയാം, ഞാനെന്നല്ല ഏതൊരമ്മയായാലും ശരി ഏതൊരു സ്ത്രീ ആയാലും ശരി അങ്ങനെയാണ് ഒരു അടുക്കളയിലേക്ക് പെരുമാറുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഇന്നിവിടെ ഏറ്റവും എളുപ്പത്തിൽ, അതായത് നമുക്ക് എല്ലാവർക്കും എല്ലാം വെച്ച് വിളമ്പി കൊടുക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഏത് നേരവും അടുക്കളയിൽ ഇരിക്കുന്ന ഒരു ഭാര്യനെ ചിലപ്പോൾ ചില ഭർത്താക്കന്മാർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുകയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ സർവത്ര നാഴി അടുക്കളയിലാണോ എന്ന് ചോദിക്കുവേ. അതിനെക്കാട്ടിലും നല്ലത് നല്ല നല്ല വെറൈറ്റി ഡിഷസ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അവർക്ക് കൊടുക്കാനും പറ്റണം, എന്നാൽ 24 മണിക്കൂറും അടുക്കളയിൽ ഇരിക്കാനും പാടില്ല. അങ്ങനത്തെ ഒരു ഡിഷസൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതല്ലേ. അന്നേരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഹോട്ടൽസിൽ നിന്നാണ് ഏറ്റവും ഇങ്ങനത്തെ ഭക്ഷണം വാങ്ങിയിട്ടുള്ളത് കഴിച്ചിട്ടുള്ളത്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കബാബ ചെയ്യാൻ പോകുന്നത്. ഇതിന് ഒരുപാട് പണിയൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു പണികളേ ഉള്ളൂ. ഇതിനകത്ത് ഒറ്റ കാര്യം ആവശ്യമുള്ളൂ, കടലപ്പരിപ്പ് വേണം. അത് കടലപ്പായസം വെക്കുമ്പോൾ ഒരു ഇച്ചിരി പരിപ്പെടുത്ത് മാറ്റി വെച്ചേച്ചാൽ മതി, അത് മതിയാവും. കാര്യം നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ബൗളിന് നമ്മൾ ചിക്കൻ എടുക്കുവാന്നുവെങ്കിൽ അതിന് ഒരു 1/4 പിടി കടലപ്പരിപ്പ് മതിയാവും. അന്നേച്ച് 2 എണ്ണവും കൂടെ, അതായത് 2 പേര് ചിക്കനെയും കടലപ്പരിപ്പിനെയും കൂടെ ഒരുമിച്ചങ്ങ് കുക്കറിലിട്ട് നല്ലോണം വേവിക്കണം. വേവിച്ചേച്ച് അടിക്കണം. ഒന്നെങ്കിൽ ചോപ്പറിൽ ചെയ്യാം, അതല്ല മിക്സിയേ ഉള്ളൂവെങ്കിൽ അത് ചെയ്യാം. അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതായത് കൈ വെച്ച് ഒന്നും കാണിക്കാൻ പറ്റിയല്ല. ഒന്നെങ്കിൽ മിക്സി അല്ലെങ്കിൽ ചോപ്പർ, ഇത് രണ്ടിലും നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ചോപ്പർ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ടേച്ച് ചെയ്തേച്ചാൽ മതി. ഏതായാലും നമ്മുടെ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അതുപോലെ. ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് എണ്ണ എന്ന് പറയുമ്പോൾ വെജിറ്റബിൾ ഓയിലാണ് വേണ്ടത്. പിന്നെ വേണ്ടിയത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, വറ്റൽമുളക് ചതച്ചത്, കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് അജ്വൈൻ അല്ലെങ്കിൽ അയ്മോദകം, പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചത്, കുറച്ച് ഉപ്പ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കനും കടലപ്പരിപ്പും കൂടെ വേവിച്ച് വെച്ചേക്കുക, വേവിച്ച് മിക്സിയിൽ അരച്ച് വെച്ചേക്കുവാണേ. പിന്നെ ഒരു മുട്ട വേണം, മല്ലിയില. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, ആദ്യം എണ്ണ ചൂടാക്കാൻ വെക്കാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ അതിനങ്ങ് നേരം പോകും. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടയച്ചാ ഞാൻ ഈ ഇറച്ചി വേവിച്ചേക്കുന്നത്. ആദ്യം ഈ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനും കടലപ്പരിപ്പും കൂടെ വേവിച്ച് വെച്ചേക്കുന്ന ഇടാം. അത്രയും എന്തോരം ഉണ്ടോ അതനുസരിച്ച് ബാക്കി ചേർത്താൽ മതി. ഇതിൻ്റെ എരിവാന്നു നമ്മുടെ ഈ റെഡ് ചില്ലി ഫ്ലേക്സ് ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക്, അയ്മോദകം സ്പൂൺ കണക്കിടണ്ട, ഒരു പിഞ്ചിട്ടേച്ചാൽ മതി. അതിൻ്റെ ഒരു മണം വന്നേച്ചാൽ മതിയേ. പിന്നെ ഒരു ഇച്ചിരി ഗരം മസാല. ഇതിനകത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട് ഇറച്ചി വേവിച്ചപ്പം, എന്നാൽ പോരാ, ഒരു ഇച്ചിരി കൂടി ഇടണം. കാര്യം ഞാൻ എപ്പോഴും അറിയാൻ മേല ഒരുപാട് ഉപ്പിടുകയില്ല. നമുക്കിനി ഇതൊരു മിക്സ്ചർ ആക്കുന്ന പോലെ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവത്തില്ലേ, ഇത്രയും സാധനത്തിന് കറക്റ്റ് ചെയ്ത് ഉപ്പും വേണമല്ലോ. ആ ഉപ്പ് നോക്കിയേച്ച് എത്ര അതിന് ബാലൻസ് ചെയ്ത് വെച്ചിട്ടേച്ചാൽ മതി. പിന്നെ ഒരു ഇച്ചിരി മല്ലിയില. ഇനി എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു മുട്ട എടുത്തേച്ച് നമ്മൾ ഈ മിക്സ്ചറിനകത്ത് നല്ലോണം ഉപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇനി മുട്ടയ്ക്കകത്തോട് ഉപ്പ് വേണമെന്ന് തോന്നുവാണെങ്കിൽ ഇതിനകത്ത് പോയിട്ട്, കാരണം നമ്മൾ മുട്ടയ്ക്കകത്ത് മുക്കി അതിനകത്ത് എണ്ണയിലോട്ട് ഇടാൻ പോകുന്നത്, അതുകൊണ്ട് ആ മുട്ടയ്ക്കും കൂടെ ഉപ്പ് വേണമെന്ന് തോന്നുവാന്നേൽ ഇട്ടോ, ഇല്ലെങ്കിൽ മസ്റ്റൊന്നുമല്ല. ഇനി എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ചേർത്തേക്കുന്ന എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക.
കട്ട്ലേറ്റിനൊക്കെ നമ്മൾ കുഴയ്ക്കുന്ന കൂട്ട് മിക്സ് ചെയ്യുക. ഒട്ടും എന്നാ പറയുക, ആ ചിക്കൻ്റെ എല്ലെന്നല്ല, ആ കട്ടയൊന്നും പാടില്ല. ചിക്കൻ നല്ലോണം അരയണം. എരിവൊക്കെ ഇപ്പോൾ നോക്കി വെച്ചാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സ് ഇഷ്ടമുള്ളവർ ആ ഫ്ലേവറാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർക്കാം. അതല്ല കുരുമുളകിൻ്റെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം. ഇതിന് ബേസ് ഒരു ഫ്ലേവറുണ്ട്, അതാണ് നമ്മൾ കീപ്പ് ചെയ്യാനുള്ളത്. ഇനി എന്നാ ചെയ്യേണ്ടത്, ഇതൊരു സ്ക്യൂവർ, അതായത് കമ്പി പോലത്തെ ഒരു സ്ക്യൂവറുണ്ട്. അതിനകത്തോട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ വെച്ചേച്ച്, ഫോർ എക്സാമ്പിൾ ഞാൻ കാണിക്കുക, സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് ഇത് തൽക്കാലം ഒരു സ്ക്വയറായിട്ട് കരുതണം. അതെങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. സ്ക്വയർ ഉണ്ടെങ്കിൽ നടുക്ക് വെച്ചേച്ച് ഇതിനെ ഫുൾ അകത്താക്കി ഇതിരിക്കുകയല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇങ്ങനെ ആക്കി എടുത്തേച്ച് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുക ചെയ്യുക സ്ക്യൂവറിൽ കബാബ്. ശരിക്കും ഇപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇടാം. മീറ്റ് ബോൾസ് ആക്കി ചെയ്യാം. അതല്ല കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഏത് ഷേപ്പാണ് നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്തേച്ചാൽ മതി. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യാം, മീറ്റ് ബോൾസിൻ്റെ ഷേപ്പ് ആക്കാം. നമ്മൾ ശരിക്കും ഉരുളക്കിഴങ്ങിന് പകരമാണ് ഈ ഇതിടുന്നത്, കടലപ്പരിപ്പ് ഇടുന്നത്. അതായത് ആ ചിക്കനും ബാക്കി കാര്യങ്ങളൊന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഥവാ സപ്പോസ് നമ്മൾ ചേർക്കുന്ന കടലപ്പരിപ്പ് വേവിച്ചെല്ലാം കഴിഞ്ഞിട്ട് അത് ആ ബൈൻഡിങ് എഫക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം, ഒരു മുട്ട പൊട്ടിച്ചിനകത്തോട്ട് ഒഴിച്ചേച്ച് നല്ലോണം കുഴച്ചേച്ചാൽ മതി. ഇനി ഓരോ ഇതും കൂടെ എന്നാന്ന് വെച്ചാൽ, നമുക്ക് സപ്പോസ് ഇപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് മുട്ടയിലോ മുക്കിയേച്ച് ഇതിലിട്ട് വറുക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും ഇതിനകത്തോട്ട് ഒഴിച്ച് നല്ലോണം കുഴച്ചതിന് ശേഷം വെറുതെ വറുത്തെടുത്ത് വെച്ചാലും മതി. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുകയല്ല ചെയ്യുക. ഒന്നെങ്കിൽ ഗ്രിൽ പാനെ വെച്ചേച്ച് ചുട്ടെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് എന്താ പറയുക കനലിൽ വെച്ച് ചുട്ടെടുക്കാം, ഇല്ലെങ്കിൽ ഗ്യാസിൽ വെച്ച് ചുട്ടെടുക്കാം. ഇതൊന്നുമില്ലെങ്കിൽ ഗ്രില്ലിംഗ് പാനിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം. ഇതില്ലെങ്കിൽ ചപ്പാത്തിക്കല്ലിൽ വെച്ച് ചുട്ടെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഉപ്പ് എരിവ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോണം. കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് കബാബാണോ കട്ട്ലേറ്റ് ആണോ അങ്ങനെ അറിയില്ല. ഇതിപ്പോൾ മീറ്റ് ബോളിൻ്റെ ഷേപ്പിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് മീറ്റ് ബോളാണോ കട്ട്ലേറ്റ് ആണോ, അങ്ങനെ മീറ്റ് ബോൾസ് ആണോ കബാബാണോ എന്നറിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ക്യൂറിനകത്ത് ചെയ്യാൻ പറ്റുകയില്ല, ഈ സ്ക്യൂർ ഇല്ലാത്തവർ തന്നെ എടുക്കും അല്ലേ. ഇത് ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷേ മാക്സിമം ഗ്രില്ല് ചെയ്തെടുക്കുന്ന ഏറ്റവും നല്ലത്. കുറേശ്ശെ വറുത്തെടുക്കുന്ന ഏറ്റവും നല്ലത്. ഈ പറഞ്ഞ പോലെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങാനും പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒന്നും വേണ്ട, പതുക്കെ വറുത്ത് കോരിയാൽ മതി. ഇതിന് സ്വീറ്റ് ഗാർലിക് സോസ് അതൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ നല്ലൊരു ഡിപ്പാണ്. അതല്ല പുതിന ചട്നിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊന്നും വേണ്ട, ഒരു ടൊമാറ്റോ സോസ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ, ഏതാണേലും കുഴപ്പമില്ല. ഡീപ്പ് ഫ്രൈ അല്ല, ഒരു ഷാലോ ഫ്രൈ മാത്രം ചെയ്താൽ മതി. ഗ്രിൽ പാനെ വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കബാബ് ഗ്രില്ല് ചെയ്താണ് എടുക്കാറുള്ളത്. പിന്നെ ഞാൻ ഈ പറഞ്ഞില്ലേ, ഞാൻ ഇതെല്ലാ ഓപ്ഷൻസും തരുന്ന എന്നാന്നോ, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ എല്ലാം കാണുകയല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം ഗ്രില്ലൊന്നും ചെയ്തിട്ടേ ഇല്ല, ഇതേപോലെ ചെയ്താന്നു ഞാനും പഠിച്ചത്. പിന്നെ ആന്നു ഗ്രിൽ പാനിൽ വെച്ചൊക്കെ ഗ്രില്ല് ചെയ്യാൻ പഠിച്ചത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഈ പാചകം പഠിച്ച ഒക്കെ എൻ്റെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എൻ്റെ അടുക്കള തന്നെയാണ്. അല്ലാതെ അതിനകത്ത് ഈ അക്കാഡമിക് വൈസ് ഒന്നും പോയി പഠിച്ചതല്ല, സെൽഫ് എക്സ്പീരിയൻസസ് ആണ് എല്ലാം. അതുകൊണ്ട് ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ പഠിച്ചത്. പിന്നെ ഗ്രിൽ പാനിൽ വെച്ചിട്ട് അതിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ പഠിച്ചെടുത്തേച്ചൊക്കെ ശേഷമാണ് അതിൻ്റെ ഡീപ്പിലേക്ക് പോയത്. കുറച്ച് മൊരിഞ്ഞ് കഴിക്കാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഷാലോ ഫ്രൈ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ. എന്നാന്നറിയാവോ, ഗ്രില്ല് ചെയ്താലും ചിലർക്ക് മുരിഞ്ഞ ഭാഗം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുക എന്നേൽ ഈ പറഞ്ഞ ഉള്ളു വരെ അത് മുരിയേല. ഞാൻ എന്നാ ചെയ്യും,
ആ ചിറകിൻ്റെ ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ മുരിയുന്നത്. അന്നേരം ആ മുരിയുന്ന ഭാഗമൊക്കെ തിന്നാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതേപോലെ ഒത്തിരി പേര് കാണും, അവർക്കും അങ്ങനെ ആയിരിക്കും ഇഷ്ടം. അപ്പം മുരിയുന്നതും മുരിയാത്തതും ഒക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എടുത്തേച്ചാൽ മതി. ഇത് ശരിക്കും ഓവൽ ഷേപ്പ് ആക്കാം, സിലിണ്ട്രിക്കൽ ഷേപ്പ് ആക്കാം, ഏതായാലും നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ആ സ്ക്യൂവറിനകത്ത് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ അങ്ങനെ ടേസ്റ്റ് എല്ലാം ഒന്നുപോലെയാണ്. നേരത്തെ ഞാൻ 3, 4 അങ്ങനെ ഇട്ടേ. കാര്യം എന്താണെന്നറിയാം, നമ്മൾ എണ്ണയുടെ ചൂട് അങ്ങതും കൂടെ നോക്കണം. എണ്ണയുടെ ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവേ. അപ്പം അതും കൂടെ നോക്കിയേച്ച് വേണം നമ്മൾ ഈ കബാബ് വറുത്തെടുക്കാൻ. പിന്നെ ഗ്രില്ലാണെങ്കിൽ പിന്നെ വലിയ പ്രശ്നമില്ല. എപ്പോഴും ചീനച്ചട്ടിയുടെ ചൂട് നോക്കിയേച്ച് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഈ മുട്ട വേവണം, ഇതെല്ലാം ഇതിനകത്തുള്ള കാര്യമാണ്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചേച്ച് വേണം എണ്ണയിലോട്ട് ഇടാനായിട്ട്. എണ്ണ ചൂടാവാൻ സിമ്മേ വെച്ചേച്ച് വേണം നമ്മൾ ഈ പരിപാടി തുടങ്ങാൻ. അപ്പോൾ എല്ലാം ബാലൻസ് ആയി പോവും. പിന്നെ ഇത് നിങ്ങൾ ചോദിക്കും ചിലപ്പോൾ ഞാൻ ഈ ചെയ്തിരിക്കുന്നത് മീറ്റ് ബോൾസ് ആണോ അതോ കബാബാണോ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാം. പക്ഷേ ഞാൻ ഇതെന്നാന്നറിയാം, ഒരു വീട്ടമ്മ നിലയ്ക്ക് എല്ലാവർക്കും എളുപ്പത്തിനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇതിന് ഓരോ റെസിപ്പിക്കും അതിൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ട്, അതിൻ്റേതായ സിഗ്നേച്ചേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതെനിക്കറിയാം. പക്ഷേ ഈ പറഞ്ഞ പോലെ എളുപ്പമാക്കാനും നമ്മുടെ വീടുകളിലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചുകൂടി എളുപ്പമാക്കുന്നേ ഉള്ളൂ. ഈ ഓരോ റെസിപ്പിക്കും അതിൻ്റേതായ സിഗ്നേച്ചർ ഉള്ളതുപോലെ ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് നിമിഷ സജയനാണ് വരാൻ പോകുന്നത്. നിമിഷ വരുമ്പോൾ ഞാൻ പറയാം എനിക്ക് നിമിഷയിൽ തോന്നിയ ഓരോ പ്ലസ് പോയിന്റ്സ് എന്താന്നുള്ളത് നിമിഷമായിട്ടിരുന്ന സംസാരിക്കുന്ന നിമിഷങ്ങളിൽ ഞാൻ പറഞ്ഞു തരാം. അതല്ലേ നല്ലത്. നിമിഷയുമായിട്ട് പങ്കിടാനുള്ള നിമിഷങ്ങൾ കാത്തിരുന്ന എൻ്റെ പ്രേക്ഷകർക്ക് ആ നിമിഷത്തിലേക്ക് ഇപ്പം ഞാൻ നിമിഷേനെ എൻ്റെ ആനീസ് കിച്ചണിലേക്ക് ക്ഷണിക്കുകയാണ്. നിമിഷ, ഹാർട്ടി വെൽക്കം. അതെ, കുറെ കാര്യങ്ങൾ നിമിഷത്ത് പറയാനുണ്ട്. എനിക്ക് മാത്രമല്ല, പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ളതും പറയാനുള്ളതും കേൾക്കാനുള്ളതും. പക്ഷെ ഇവിടെ ഒന്നും പറ്റില്ല. ഇങ്ങനെ വേറെന്തൊക്കെ ഇങ്ങനെ പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കുന്ന കൂട്ട് ഞാൻ എന്തോ വലിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ തരാൻ പോകുന്നു. നിമിഷ പരീക്ഷ എന്നാടോ ഇത്ര ടെൻഷൻ? ഇല്ല, ടെൻഷൻ ഒന്നുമില്ല. അയ്യോ, എന്നോ പറയുന്ന വലിയ ആക്ട്രസ് ആണ്, ഹീറോയിനാ, എന്നുവെച്ചാ ഇങ്ങനെ പേടിക്കുന്ന എന്നാത്തിനാ? വെറുതെ നോക്കട്ടെ, കൈ നോക്കട്ടെ. തണുത്തിട്ടൊന്നുമില്ല. ഇല്ല, തണുത്തിട്ടൊന്നുമില്ല. പിന്നെന്നാ പേടിക്കാൻ? പ്രശ്നമൊന്നുമില്ല ചേച്ചി, പറഞ്ഞിട്ട് ഞാൻ പേടിച്ചു ഇങ്ങനെ. ഉണ്ടോ? ഇല്ല ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അയ്യോ, ഞാൻ ഇപ്പതേ കൂളായി. കൂൾ അല്ലേ? എടോ, താൻ ഇത്രയും പേടി ഈ ഒരു പാവം ഷോയുടെ മുന്നിലാന്നേല് താൻ ക്യാമറ എങ്ങനെയാണോ ഫേസ് ചെയ്തേ? അതെനിക്ക് അറിയില്ല. അതെനിക്ക് അഭിനയിക്കാൻ പ്രശ്നമൊന്നുമില്ല. അഭിനയിക്കാൻ പ്രശ്നമില്ല, നോർമലായിട്ട് ഇരിക്കാനാണ് പ്രശ്നം. കുറച്ച് എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല, എല്ലാം മൊത്തം മാറ്റളഞ്ഞേ. ഓക്കെ, ഫസ്റ്റ് മൂവി തൊണ്ടി മുതലും ദൃക്സാക്ഷിയും. ഫസ്റ്റ് മൂവി തന്നെ സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് അല്ലേ? അതെ അല്ലേ? അതെ, ഞങ്ങളൊക്കെ ബലത്തിൽ പറയണോ? അതെ, അഭിമാനത്തോടെ പറയണം എന്റെ പടം ഹിറ്റാണ് എന്ന്. എന്നാ തോന്നിയെന്ന് ചോദിച്ചാ മുംബൈയിൽ നിന്നായിരുന്നു വന്നത് ആക്ച്വലി. കാരണം മുംബൈയിലാണ് ജനിച്ചു വളർന്നത്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു മലയാളി ഓഡിയൻസിൻ്റെ. ഞാനും മലയാളിയാണ്, പക്ഷെ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കുന്നു ഇച്ചിരി പേടി ഉണ്ടായിരുന്നു. പക്ഷെ പടം റിലീസായി കഴിഞ്ഞിട്ട് പിന്നെ ആ പേടിയെല്ലാം പോയി. ഫസ്റ്റ് ഡേ പോയോ കാണാൻ? ഫസ്റ്റ് ഡേ പോയി, ടീമിന്റെ കൂടെ ആയിരുന്നു. ദിലീഷ് ഏട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു, അപ്പോഴാണ് പോയി കണ്ടേ. അപ്പം ഈ ഒരു ആക്ട്രസ് ആയി ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇത്രയും ഒരു സെലിബ്രിറ്റീസിനെയൊക്കെ കാണുക, ഫഹദിനെ കാണുന്നു, സുരാജ് എല്ലാരും കാണുമ്പോ എന്നാ ചെയ്തു? ഇതേമാതിരി ഇങ്ങനെ പേടിച്ചു വരച്ചു ബാക്കിലോട്ട് നിന്നോ? ആക്ച്വലി ദിലീഷ് ഏട്ടൻ എന്ത് ചെയ്തു, 4 ദിവസം മുമ്പേ ടീമിന്റെ കൂടെ എല്ലാം കൊണ്ടുപോയി, സെറ്റി കൊണ്ടുപോയി സംസാരം എല്ലായി. പക്ഷെ എനിക്ക് സുരാജ് ഏട്ടൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, മലയാളം അറിയത്തില്ല. അപ്പോൾ ഇവരെന്നെ ഇട്ട് പേടിപ്പിക്കും, സുരാജ് ഏട്ടൻ വരട്ടെ നിന്നെ അപ്പം ഇട്ട് കൊല്ലുമെന്ന് സുരാജ് കളിയാക്കിയിരുന്നു. പക്ഷേ സുരാജ് ഏട്ടൻ വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എന്താ പറയുക,
ഞാൻ തെറ്റ് പറഞ്ഞാൽ പോലും വന്ന് എനിക്ക് പറഞ്ഞു തരും, മോളെ ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഉച്ചരിക്ക് എന്ന് പറഞ്ഞു തരുന്നു. അപ്പൊ അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് നിമിഷയുടെ വർത്താനം കേട്ടിട്ട് മലയാളം അറിയാത്തൊരു കുട്ടിയാന്ന് തോന്നുന്നേ ഇല്ല. അല്ല, ആ സമയത്ത് ഒട്ടും അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ പഠിച്ചത്. വീട്ടില് നിങ്ങൾ മലയാളം ഒക്കെ വർത്താനം പറയുകയല്ലേ? അല്ല, ആക്ച്വലി മമ്മി അച്ഛൻ രണ്ടുപേരും വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ അവരുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ സ്കൂൾ ലൈഫും കോളേജ് ലൈഫും അപ്പോൾ ഫ്രണ്ട്സും ക്ലാസ്മേറ്റ്സും പിന്നെ ട്യൂഷൻ പോകും അവിടുത്തെ. അപ്പൊ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു എല്ലാവരും. അപ്പൊ ഹിന്ദി നല്ല അച്ഛ മാലും ഹിന്ദി. ഓക്കെ, നമുക്ക് ഇടയിൽ ഇച്ചിരി ഒന്ന് ഹിന്ദി മറാഠി അറിയാം. മറാഠി ഒന്നും വേണ്ട, അറിയില്ലല്ലേ? ദേശീയ ഭാഷ ഹിന്ദി വേറെ ഒന്നും. ഹിന്ദി അറിയാം നന്നായിട്ട്, പിന്നെ ഭയങ്കരമായിട്ട് നന്നായിട്ട് ഒരു തട്ടിമുട്ടി ഇങ്ങനെ സ്ഥിരം പറയല്ലേ थोड़ा मालूम है എന്നൊക്കെ अच्छे से तो आता है लेकिन ग्रामर मिस्टेक जरूर होगा. वो तो चलेगा लेकिन बोलने समझ में आता है ना जब बात करेगा. अच्छी तरह ഇത് മലയാളം പ്രോഗ്രാം മറാഠി മത ബോലിക്ക് അതിന്റെ ഇടയിൽ എന്തൊരു മറുഭാഷ പറഞ്ഞു മറാഠിയാ സംസാരിച്ചേ. തമിഴ് മറാഠി മത ബോലിക്ക് തു കായ് കർഷിൽ. ഇത് പഠിക്കാതിരിക്കാൻ എന്നാ പറഞ്ഞേ? ഇപ്പൊ ഞാൻ മറാഠിയിൽ സംസാരിച്ച എന്തു പറയുന്നു? എന്നാ പറയാ മനസ്സിലാവാതെ ഉണ്ടാതിരിക്കും. എനിക്ക് കൂടുതലൊന്നും അറിയാൻ മേല. പക്ഷെ ഈ ബോംബെയിൽ പഠിച്ച് വളർന്നു എല്ലാം ശരി, ഓക്കെ, നമ്മൾ നോർത്ത് ഇന്ത്യൻസുമായിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സഹകരിക്കുന്നതും. പക്ഷെ നമ്മൾ ബേസ് ഒരു മലയാളിയാണ്, നമ്മുടെ നാട് കേരളത്താണ്. അപ്പൊ നമ്മുടെ കേരളീയർക്ക് ഒരു തനിമയുണ്ട്, ഒരു എന്താ പറയാ, ഒരു ശാലീന സുന്ദരിയാണ്. അതൊരു പെൺകുട്ടിയെ കാണുമ്പോൾ പ്രത്യേകിച്ച് പറയും. ഒരു അടക്കം, അച്ചടക്കം, ഒതുക്കം, ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഒരു പെൺകുട്ടിയിൽ നിന്നും, അല്ലേ? ഈവൻ ദോ അവിടെ പഠിച്ചു വളർന്നിട്ടും നിമിഷയ്ക്ക് അതെല്ലാം ഉണ്ട്. ആര് പറഞ്ഞു? എനിക്ക് തോന്നിയോ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നതാ? എനിക്ക് തോന്നേ ഇല്ലടോ. അയ്യോ, എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അഫ്കോഴ്സ് ആക്റ്റീവ് ആയിരിക്കും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് എല്ലാവരും പറയുന്നത്. പക്ഷെ നല്ല കാര്യല്ലേ? നല്ല കാര്യമാണ്. പക്ഷെ അടങ്ങിയിരിക്കണ്ട എവിടേക്കെങ്കിലും. അടങ്ങിയിരിക്കുന്ന ഞാൻ പറയുന്നത് എപ്പോഴും ഇങ്ങനെ പാറി പറന്ന് നടക്കണം, അതാണ് ഏറ്റവും നല്ല കാര്യമുള്ളൂ. അതിനകത്തൊന്നുമില്ല. പിന്നെ ഈ ബോംബെയില് വളർന്ന കുട്ടികൾക്ക് ബേസിക്കലി ഭയങ്കര ബോൾഡാണ്, ചങ്കൂറ്റത്തിനൊന്നും ഒരു കുറവുമില്ല, അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഇവിടെ വന്നപ്പോൾ എന്നോട് മമ്മി പപ്പ എന്നോട് പറയുന്ന കാര്യം, നമ്മളുടെ കേരളത്തിലെ പെൺകുട്ടികളാണ് അങ്ങനെയെന്നാണ് ഞാൻ കേട്ടത്. മുംബൈയുടെ പെണ്ണുങ്ങളൊന്നും അല്ല. അതെ, എന്നോട് അവര് പറയുന്ന കാര്യങ്ങളാണ്. ഇവിടത്തെ പെണ്ണുങ്ങളാണ് ഒന്ന് എന്തെങ്കിലും പറഞ്ഞ ഒന്ന് പൊട്ടിക്കാൻ ധൈര്യമുള്ള പെണ്ണുങ്ങൾ കേരളത്തിലാണ്. അതത്രേ ഉള്ളൂ. പിന്നെ മുന്നും പിന്നെ ഒന്നും നോക്കും. അതന്നെ, മലയാളി പെണ്ണുങ്ങൾ അടിപൊളി. എനിക്കൊന്നൊരു അഭിമാനം ഉണ്ടല്ലേ നമ്മുടെ മലയാളികളെ കുറിച്ച്. അത് അച്ഛനും അമ്മയ്ക്കും ഈ പറഞ്ഞ പോലെ ബേസിക്കലി മലയാളിയാണ്, രണ്ടുപേരും ഇവിടെയാണ്. അപ്പൊ മലയാളികളെ വിട്ടുകൊടുക്കത്തില്ല. അല്ല, പപ്പയാണെങ്കിൽ പോലും ഞങ്ങളിപ്പോ ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ കുഞ്ഞായിരുന്നപ്പോ ഞങ്ങൾ അവിടെ, ഇപ്പോഴാണെങ്കിൽ പോലും ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ വെച്ചാൽ പപ്പ എഴുന്നേറ്റിട്ട് പോകും. പപ്പ സ്ക്രീനിൽ ലാലേട്ടൻ മമ്മൂക്കേനെ കണ്ടാൽ മാത്രമേ ക്ലാപ്പ് അടിക്കത്തുള്ളൂ. ഇപ്പോഴും അങ്ങനെയാണ് പപ്പ. തനി മലയാളി. ഞങ്ങളിപ്പോ ജീൻസും ഇങ്ങനെ സൽവാർ ഇട്ടിട്ട് പപ്പയുടെ മുമ്പിൽ പോയാൽ മൈൻഡ് ചെയ്യില്ല. പക്ഷെ സെറ്റ് സാരി കൊടുത്ത് ചന്ദനക്കുറിയെല്ലാം തൊട്ട് മുല്ലപ്പൂ വെച്ച പപ്പ പറയും നല്ല ഭംഗിയുണ്ട്. അല്ല, ചേച്ചി ഉണ്ട്. ചേച്ചി വർക്ക് ചെയ്യാ പൂനെയില്. ഓക്കെ. ഇപ്പം അച്ഛൻ ഭയങ്കര എന്താ പറയാ, നിങ്ങള് ജീൻസും ടോപ്പ് ഇട്ടിട്ട് വന്നാൽ അച്ഛൻ ഇഷ്ടമല്ല, നോക്കാൻ അപ്രിഷിയേഷൻ ഒന്നുമില്ല. അങ്ങനെയല്ല, നോക്കുക കൊള്ളാം, നമ്മള് പപ്പ എങ്ങനെയുണ്ട് കൊള്ളാം, അത്രേ ഉള്ളൂ. മറ്റേതാണെങ്കിൽ അച്ഛന് അടിപൊളിയാണ്, ഫോട്ടോസ് എല്ലാം എടുത്തു തരും നമുക്ക്. കുറച്ച് എൻകറേജ്മെന്റ് കൂടുതലാണ്. ഓക്കെ. അപ്പൊ നിമിഷയ്ക്ക് ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടം? ഇല്ല, ഇഷ്ടല്ല. എനിക്ക് സാരി ഉടുത്ത് പറയാൻ പോലെ മുല്ലപ്പൂ ചൂടി ചന്ദനക്കുറിയെല്ലാം ഇടാൻ ഇഷ്ടമാണ്. അങ്ങനെ ഒഴുങ്ങാൻ ഇഷ്ടമില്ല. മേക്കപ്പ് അങ്ങനെ വലിയ കമ്മല അങ്ങനത്തെ ഒരു ആഗ്രഹം. എന്നാ ഒരു കാര്യം പറയട്ടെ, ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ ഇതൊക്കെ പാർട്ട് ഓഫ് ദ ഇതാണ് ചെയ്യണ്ടേ? ചേച്ചി, ഞാൻ എൻ്റെ പേഴ്സണൽ ഫീലിംഗ് പറയാണ്. എന്നെ നിങ്ങൾ സ്ക്രീനിൽ കണ്ട് സന്തോഷിച്ചാൽ മതി, ബാക്കി എൻ്റെ പേഴ്സണൽ ലൈഫ് അല്ലേ. സെലിബ്രിറ്റി ആയിട്ട് ഞാൻ അങ്ങനെ ഇഷ്ടമല്ല അങ്ങനെ ആവാൻ. അങ്ങനെ താല്പര്യമില്ല. ഓക്കെ. സെലിബ്രിറ്റി ആയിട്ട് ഭയങ്കര ഫെയിം ആയിട്ട് നടക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ പാർട്ട് ഓഫ് ദ ലൈഫാണ്, അത് നല്ലതായിട്ട് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നും. അപ്പൊ ഇപ്പൊ അടിപൊളിയാണ് എന്റെ ലൈഫ്. ഇപ്പൊ ഇത്ര സിനിമ ചെയ്തിട്ട് പോലും ഞാൻ ലുലുലു പോയിട്ട് ഓഡിയൻസിന്റെ കൂടെ ഇരുന്നിട്ട് സിനിമ കാണും. ആർക്കും പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. റെക്കഗ്നൈസ് ചെയ്യും. അടുത്ത് വന്നിട്ട് ചേച്ചി നന്നായിട്ട് ഉണ്ട് ചേച്ചി, അടുത്ത സിനിമ ഏതാന്ന് ചോദിക്കുമ്പോ അപ്പൊ എനിക്ക് ആ ലൈഫാണ് ഇഷ്ടം എപ്പോഴും. അതെ, എല്ലാവരുടെയും കൂട്ടത്തില് ഒരാളായി നിൽക്കുന്നത്, മിങ്കിളായിരിക്കുന്നത് അടിപൊളിയാ. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇത്രയും ഭയങ്കര ഡൗൺ ടു എർത്ത് ആയതുകൊണ്ടായിരിക്കും നാട്ടുകാരെല്ലാം കൂടെ ഭയങ്കരമായിട്ട് നിമിഷം ഏറ്റെടുത്തു. ഡൗൺ ടു എർത്ത് ഒന്നുമല്ല, എന്താ പറയുന്നേ. അല്ല, ബട്ട് സ്റ്റിൽ അല്ലേ, എനിക്കിപ്പോ വർത്താനം പറയുമ്പോ പോലെ തോന്നുന്നുണ്ടോ അയ്യോ തന്റെ നല്ല ക്വാളിറ്റീസ് ഒന്നും താൻ തന്നെ സ്വയം ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങനെയല്ല. എങ്ങനെയാണോ ഈ ഓഫർ കിട്ടിയേ? ഏത് തോണയോ എങ്ങനെയാ കിട്ടിയേ? അത് ഓഡിഷൻ കാസ്റ്റിംഗ് കോള് കണ്ടു.
അപ്പോൾ ഫോട്ടോസ് എല്ലാം അയച്ചു. അപ്പോൾ ദിലീഷേട്ടൻ ഫോട്ടോസ് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് അവരെന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ എൻ്റർ ചെയ്തപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി ചിരിക്കുന്നു തന്നെ. അപ്പോൾ ഞാൻ വെച്ചു ദൈവമേ സെലക്ട് ആയോ എന്ന് തോന്നലുണ്ടെന്ന്. അപ്പോൾ ദിലീഷേട്ടൻ പറഞ്ഞു നിമിഷനെ കുറിച്ചൊന്ന് പറയുന്നു. അപ്പോൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പം ഹാഫിൽ ബ്രേക്ക് ചെയ്തിട്ട് എന്നോട് ചോദിച്ചു മലയാളി അല്ലേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു മലയാളിയാണ്, പക്ഷേ മുംബൈയിലാണ് ജനിച്ചു വളർന്നത്, അപ്പം മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ലെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ചിരി അങ്ങ് പോയി. ഞാൻ ദൈവം പിന്നെയും പോയോ, അത് സാരമില്ല. അപ്പം കുറച്ച് സീൻസ് എല്ലാം ചെയ്യിപ്പിച്ചു നോക്കി. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു മോളെ ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്, നല്ല അഭിനയം ഒക്കെയാണ്, പക്ഷേ മോളെ ഞങ്ങൾക്കൊരു മലയാളം അറിയാവുന്ന കുട്ടീനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞാൻ വേറെ ഡയറക്ടേഴ്സിനെയൊക്കെ പറയാം, ഇത് സിങ് സൗണ്ട്. അപ്പം ഞാൻ എടുത്ത വായിൽ ചോദിച്ചു ഇതെന്നാണ് ഇവിടെ സിങ് സൗണ്ടായി എനിക്ക് അഭിനയിക്കാൻ പറ്റൂലേ എന്ന്. അപ്പം ചിരിച്ചു, ഒന്നും പറഞ്ഞില്ല ദിലീഷേട്ടൻ. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കോൾ വന്നേ, ഫ്രീ ആണെങ്കിൽ ഒന്ന് വരാമെന്ന്. പിന്നെ ഞങ്ങൾ ലുക്ക് ടെസ്റ്റ് എല്ലാം നടത്തി 3ാമത്തെ റൗണ്ടിലാണ് അയ്യോ സിലക്ട് ആയെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് കേൾക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോഴാണ് അയ്യോ സിലക്ട് ആയി, ഹാപ്പിയായി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഫിലിം സ്റ്റാർ ആവണം എന്ന് ആഗ്രഹമുണ്ട്. സിനിമകൾ ചെയ്യണം, നല്ല സിനിമകൾ ചെയ്യുന്ന ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ ആക്ട്രസ് ആവണം എന്നുണ്ട് ഒരു എയിം. കുഞ്ഞുനാൾ മുതലേ ഇഷ്ടം? കുഞ്ഞുനാൾ തൊട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ബോയ്ക്കട്ടായിരുന്നു. ഞാൻ 7th വരെ ബോയ്ക്കട്ടായിരുന്നു. ചെക്കന്മാരുമല്ല ലൂസ് ടീഷർട്ടും ജീൻസും ഇട്ട് നടക്കും. അപ്പം മുംബൈയിൽ അന്ധേരി ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഓഡീഷൻസ് എല്ലാം നടക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോവായിരുന്നു മമ്മി എന്നെ കൂട്ടിയിട്ട്. പക്ഷെ ബോയ്ക്കട്ട് ആയതുകൊണ്ട് മനസ്സിലാവത്തില്ലായിരുന്നു. അങ്ങനെയായിരുന്നു. ഇപ്പൊ കുറച്ച് നാളേ ഉള്ളൂ ഈ ചേഞ്ച് ആയിട്ട്. എടോ ബോംബെയിൽ താമസിച്ച താന് ഹിന്ദിയിലൊക്കെ ചാൻസ് നോക്കാതെ മലയാളത്തിലാ ഫസ്റ്റ്? ഞാൻ പറഞ്ഞില്ലല്ലോ ആലേട്ടൻ മമ്മൂക്കനെ കണ്ടാലും പപ്പ കൈയടിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ കൈയടിക്കൂല. അല്ല അവിടെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൂടും എന്ന് പറയും, ഈവൻ ആഡ്സ് ചെയ്യാനും. ഇപ്പൊ ചേച്ചി കുറച്ചു നേരം മുമ്പ് മലയാളി തനിമ ആ ലുക്ക്, അപ്പൊ എനിക്കറിയാം എനിക്ക് മലയാള സിനിമ മതി. അത് ഓക്കെ, അത് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു, ഇല്ലാന്നല്ല. പക്ഷെ എന്നാലും ഞാൻ പറയല്ലോ ബോൺ ആൻഡ് ബോട്ട് ഇൻ ബോംബെ, അപ്പൊ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പൊ താൻ ഇതിന് മുന്നേ മോഡലിംഗ് ആഡ്സ് ഒക്കെ ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുമ്പേ കമേഴ്ഷ്യൽ ആഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സിനിമയിൽ വന്നത്. പക്ഷെ എന്റെ എപ്പോഴത്തെ ഒരു ആഗ്രഹം ഇവിടുത്തെ സിനിമയിൽ അഭിനയിക്കണം എന്ന് തന്നെയായിരുന്നു. ഓക്കെ, മമ്മൂട്ടി മോഹൻലാലിനെ ഒക്കെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന അച്ഛൻ മോളെ ഫിലിമിൽ കണ്ടപ്പോ എന്നാ പറഞ്ഞു? പപ്പ മമ്മി അങ്ങനെ ആരും അങ്ങനെ ഒന്നും ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല അവര്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ഒന്നും കൊടുത്തിട്ടില്ല. എനിക്കും ചിലപ്പോ അതുകൊണ്ടായിരിക്കും. അല്ല, അതുകൊണ്ട് അല്ല, പപ്പ പറഞ്ഞ കാര്യം ആദ്യമായിട്ട് ചെയ്തു, നന്നായിട്ട് ചെയ്തു, പിന്നെ ഇത്ര നല്ല ടീമായിരുന്നു. അപ്പൊ പപ്പ ഹാപ്പിയാണ്. അവരിൽ അങ്ങനെ ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല. എന്നെ ഒരു മൈൻഡ് ഒന്നും ചെയ്യാറില്ല അവര്. സത്യം പറഞ്ഞാൽ ഇതുവരെ ഒരു വലിയ സ്റ്റാർ ആയില്ല. ഒരു മൈൻഡും ഇല്ല അവർക്ക്. ചേച്ചി ആയാലും നമ്മളിപ്പോ ചേച്ചിയും മമ്മിയുടെ കൂടെ ഒക്കെ നമ്മളിപ്പോ ചിലപ്പോഴൊക്കെ വാശിയൊക്കെ കാണിക്കില്ല. അപ്പൊ നിത്യേച്ചിയും മമ്മിയൊക്കെ പറയും ഇവിടെ ക്യാമറ ഇല്ല അതുകൊണ്ട് നീ അഭിനയിക്കേണ്ടെന്ന്. അപ്പൊ അവരങ്ങനെയാണ്. കുഞ്ഞുനാളും പോലെ ഭയങ്കര ചട്ടമ്പിയായിരുന്നു. അയ്യോ ഭയങ്കര ചട്ടമ്പിയായിരുന്നു. ഹൈപ്പർ ആക്റ്റീവ് ആണ്. അത് ഇപ്പോഴും എന്നോട് ഞാൻ വർക്ക് ചെയ്യുന്ന ടീമായാൽ പോലും എല്ലാവരും പറയുന്ന കാര്യം ഹൈപ്പർ ആക്റ്റീവ് ആണ്. നല്ല കാര്യമാണ്. പക്ഷെ ഡയറക്ടർ ആണെങ്കിലും നോക്കണ്ടേ എന്നെ. അല്ല, അപ്പൊ ഈ ഫിലിമിലേക്ക് അഭിനയിക്കാൻ വരുമ്പോ മുന്നിൽ എന്തെങ്കിലും പ്രിപ്പറേഷൻസോ അങ്ങനെ എന്തെങ്കിലും? പ്രിപ്പറേഷൻസ് എന്നോട് ദിലീഷേട്ടൻ കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു സൽവാർ തന്നിട്ടുണ്ടായിരുന്നു. അത് ഉടുത്തിട്ട് എന്നോട് നോർമൽ ആൾക്കാരായിട്ട് ബസ്സിലൊക്കെ കയറി ട്രാവൽ ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തവണക്കടവ് എന്നൊരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് എന്നോട് പറഞ്ഞു അവിടുത്തെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യും. വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ ഞാൻ മുംബൈയിൽ നിന്ന് വന്നപ്പോ സാധാരണ ആൾക്കാര് അവരുടെ നടത്ത പെണ്ണുങ്ങളുടെ മാനറിസം ഒക്കെ കണ്ട് അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ്, രീതികൾ എങ്ങനെയാണെന്നെല്ലാം അറിയാം. അപ്പൊ ഒരു ദിവസം എന്നെ അവിടെ വിട്ടു കറങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ അവിടെ പോയി തട്ടുദോശ എല്ലാം കഴിച്ച് പുട്ടെല്ലാം കഴിച്ച് അപ്പൊ അവിടുത്തെ അപ്പൂപ്പന്മാരൊക്കെ ഇല്ല. അപ്പൊ അവരോടെല്ലാം സംസാരിച്ച് ബസ് സ്റ്റാൻഡിലൊക്കെ പോയി നിന്ന് കുറച്ചു നേരം നോക്കി പിന്നെ തിരിച്ചു. ഓക്കെ, ഈ ഇത്രയും പഠിച്ചോ ഹോംവർക്ക് ഒക്കെ ചെയ്തു. അപ്പൊ അതിൽ നിന്നും നിമിഷ പഠിച്ച കുറെ നല്ല കാര്യങ്ങൾ എന്താ? ഇതൊക്കെ ഞാൻ അവിടെ ചെയ്യാം ഇവിടെ ചെയ്യാം. ക്യാരക്ടറുമായിട്ട് നോക്കിയില്ല, ഒന്നും ചെയ്തു. അങ്ങനെ എന്നോട് പഠിക്കാനല്ല പറഞ്ഞു. എന്നോട് ജസ്റ്റ് പറഞ്ഞു ആൾക്കാരെ ഒബ്സർവ് ചെയ്യാൻ, അവിടുത്തെ രീതികൾ എങ്ങനെയാണ്, ജസ്റ്റ് അത്രയൊന്നും. അത് ക്യാരക്ടറായിട്ട് ഒന്നുമില്ല. ക്യാരക്ടറായിട്ട് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. എന്റെ ക്യാരക്ടറിന് എന്താ വേണ്ടത് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. ഇല്ല. അപ്പൊ ക്യാരക്ടർ എപ്പോഴാണ് മനസ്സിലാക്കിയത്? ക്യാരക്ടർ ഇന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? അല്ല, അതെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. നിമിഷ ഇതാണ് ശ്രീജ. പക്ഷെ വേറൊരു കുട്ടീനെ ഒബ്സർവ് ചെയ്തിട്ട് ഇത് ഞാൻ ആവണം എന്ന് തോന്നിയിട്ടില്ലായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ടല്ല ഞാൻ ചോദിച്ചത്, ഏതെങ്കിലും ഒരു മാനറിസം. അതെന്താന്ന് പറയാ, നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ചേച്ചി അഭിനയിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും സബ് കോൺഷ്യസ് മൈൻഡിലായിരിക്കും ഇതെല്ലാം ഇരിക്കുന്നത്. ചിലപ്പോൾ അറിയാതെ ചെയ്തു പോകും. ഞാൻ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇത് ദൈവം ഇത് ഞാനാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഒരു സിമിലാരിറ്റി ഒന്നും ഇല്ല. ഓക്കെ, അപ്പം ആ ക്യാരക്ടറിലേക്ക് ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു. ഈ ക്യാമറയുടെ മുമ്പിൽ. അപ്പൊ ഈ സിനിമ കണ്ടപ്പോ തന്റെ പ്ലസ് മൈനസും തനിക്ക് തോന്നിയ എന്താ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു?
അല്ലെങ്കിൽ ഇത് അയ്യോ ഇതിങ്ങനെ ആയോ, അല്ലെങ്കിൽ അത് ഞാൻ അല്ല നന്നായി ചെയ്തു? എനിക്ക് അങ്ങനെ നന്നായി ചെയ്തെന്നൊന്നും തോന്നിയില്ല, പക്ഷെ എനിക്ക് നന്നാക്കണമെന്നും തോന്നിയിട്ടില്ലായിരുന്നു ശ്രീജയ്ക്ക് വേണ്ടിയിട്ട്. അത്രയും മതി. അത്ര മതി, ശ്രീജ അതാണ്. ആ, നിമിഷമായിട്ട് എനിക്ക് ഒരു പോയിന്റിലും തോന്നിയിട്ടില്ല. അപ്പം എനിക്ക് മനസ്സിലായി അത് ശ്രീജയാണ്. ഒരു പുതിയ ഫീൽഡിലേക്ക് കയറുവാണ്. അപ്പൊ പപ്പായും മമ്മിയും എന്നാ അഡ്വൈസസ് ഒക്കെ തരുന്നേ? അല്ല, ആദ്യം ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ ചില ഫ്രണ്ട്സ് ഒക്കെ അവരും സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷെ അവർ പറയും എത്ര നല്ല പേരൻസാണ് കിട്ടിയേക്കുന്നത്. ഇപ്പം പപ്പ എഞ്ചിനീയർ ആണ്, മമ്മി മെഡിക്കൽ ഫീൽഡിലാണ്. അപ്പൊ അവരുടെ അങ്ങനത്തെ ഒരു ഇത് ഇല്ലായിരുന്നു എനിക്ക്. മോൾ ഇത് തന്നെ ചെയ്യണം, എഞ്ചിനീയർ ചെയ്യണം, അയ്യോ ഒട്ടും ഇല്ല. ഞാൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ്. പിന്നെ എപ്പോഴും എനിക്ക് അവരുടെ സപ്പോർട്ട് ഉണ്ട്. എനിക്കറിയാം ഞാനിപ്പോൾ എവിടെ പോയാലും മമ്മി കൂടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും മമ്മി സപ്പോർട്ട് ചെയ്യും, ചേച്ചി സപ്പോർട്ട് ചെയ്യും, എൻ്റെ റിലേറ്റീവ്സ് സപ്പോർട്ട് ചെയ്യും, ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ്. എന്നെ മോള് എന്താ പഠിച്ചേ? ഞാൻ ആക്ച്വലി തൊണ്ടി മുതൽ സമയത്ത് 12th എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് മാസ് കമ്മ്യൂണിക്കേഷൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബ്രേക്കായി. അപ്പൊ എനിക്കിപ്പോ ഞാൻ വിചാരിക്കാം സിനിമ റിലേറ്റഡ് എന്തെങ്കിലും ഒന്ന് പഠിക്കണം എന്നാണ് ഇപ്പത്തെ ആഗ്രഹം. ചേച്ചി എന്നാ ചെയ്യുന്നത്? ചേച്ചി വർക്ക് ചെയ്യാ പൂനെയില്. ഓക്കെ. അപ്പം ഇനി ഈ ഫിലിമിലെല്ലാം റിലീസായി, നിങ്ങൾ ബോംബെയിൽ വളർന്നു, റിലേറ്റീവ്സ് ഒക്കെ നാട്ടിലായിരിക്കും. അതെ അതെ. അവരുടെ കമന്റ്സ് ഒക്കെ എന്നായിരുന്നു? അതെ ഞാൻ പറഞ്ഞു, ആർക്കും അങ്ങനത്തെ ഒരു മാറ്റം പറഞ്ഞില്ല. അവര് പറയുന്ന കാര്യം നല്ല സിനിമയാണ് അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അവര് അങ്ങനെ കൂടുതൽ വന്നിട്ട് അങ്ങനത്തെ പാമ്പർ ചെയ്യുക അങ്ങനെ ഒന്നും ഇല്ല. ഒരു മാറ്റം നിമിഷ തന്നെ എല്ലാവർക്കും അത് അത്രേ ഉള്ളൂ. കുഞ്ഞുനാള് പോലെ കണ്ട ആ നിമിഷ തന്നെ ഞങ്ങൾക്ക്. എന്നോട് അവരിങ്ങനെ പറയും വല്ല മാറ്റം വന്നാ ഇടി തരും, അത്രേ ഉള്ളൂ. അത് ഉറപ്പാണ്. വീട്ടുകാർ മാത്രല്ല നാട്ടുകാരും. നിമിഷം എന്താന്നുള്ളതെല്ലാം നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇപ്പം ഫിലിമില് മേക്കപ്പ് ചെയ്തില്ല മോളെ? അയ്യോ ചെയ്തിട്ടില്ല. ചേച്ചി സാധാരണ വീട്ടിലെ പെൺകുട്ടിയാണ്. ശ്രീജ ആയാലും ഞാൻ എൻ്റെ അടുത്ത സെക്കൻഡ് മൂവിയിലെ അമ്മു ആയാലും ക്ലാര ആയാലും ഇപ്പം ഞാൻ ചെയ്ത ഒരു കുപ്രസിദ്ധ പയ്യനിലെ ഹന്ന എലിസബത്ത് ആയാലും. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ സാധാരണ ഏത് വീട്ടിൽ പോയാലും ചേച്ചിമാരായാലും അനിയത്തി ആയാലും അമ്മമാരായാലും മേക്കപ്പ് ഒന്നും ഇടാതെയാണ് ഈ ചിരിക്കുന്നത്. അപ്പം അങ്ങനെ എൻ്റെ ക്യാരക്ടേഴ്സിനും മേക്കപ്പ് വേണ്ട ആവശ്യമില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഒരു റിയൽ ആർട്ടിസ്റ്റ് ആണ് അങ്ങനെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് പറയും. ആണോ? അത് ഈശ്വരന്റെ ബ്ലെസ്സിങ് ആണ്. ചിലപ്പോൾ ഡയറക്ടേഴ്സിൻ്റെയും ആണ്. കാരണം ഇതുവരെ വന്ന ഡയറക്ടേഴ്സ് ആരും അങ്ങനെ കമ്പയർ ചെയ്തിട്ടില്ല മേക്കപ്പ് വേണമെന്ന്. അല്ല അങ്ങനെ പറയും മോളെ, അങ്ങനെ ബേസിക്കലി പറയും. കാര്യം ഒരു ക്യാരക്ടർ അത്രയും ഒറിജിനൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ മേക്കപ്പ് ഒന്നും ചെയ്യണ്ട. ഈ ഒരു സെലിബ്രിറ്റി എന്ന നിലയ്ക്ക് ഒരു രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഒന്ന് നമ്മുടെ ഗ്ലാമർ, അതിനെ നമ്മൾ ബേസ് ചെയ്യും. ഇച്ചിരി ഭംഗിയായിട്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മൈനസ് പോയിന്റ്സ് ഒക്കെ മിക്കത് മേക്കപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയും. അപ്പം അത് നമ്മൾ ഒരു ഭാഗം ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ കുറച്ച് വൃത്തിയായിട്ടിരിക്കട്ടെ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എന്നെ സ്ക്രീനിൽ കാണുന്ന ക്യാരക്ടറായിട്ട് നോക്കിയാൽ മതി. എനിക്ക് ക്രിറ്റിസിസം കിട്ടാറുണ്ട് ഈ ഒരു കാര്യത്തിൽ. കുറേ ചേട്ടായിമാർ മെസ്സേജ് അയക്കും, ചേച്ചി എന്താ ചേച്ചി മേക്കപ്പ് ഇടാത്ത, ചേച്ചിനെ ലുലു വെച്ച് കണ്ട് മേക്കപ്പ് ഇട്ടിട്ടില്ല. അപ്പം എനിക്ക് അത്രേ പറയാനുള്ളൂ. ചേട്ടാ അതെന്റെ പേഴ്സണൽ ലൈഫാണ്, അത് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ, എന്നെ വിട്ടേക്കൂ. അത് അതന്നെ, അതെന്റെ ഇതാണ്. പിന്നെ മറ്റൊരു ഡയറക്ടേഴ്സ് ആരും എന്നെ അങ്ങനെ കമ്പയർ ചെയ്യാറില്ല മേക്കപ്പ് ഇടണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ഇപ്പം മോള് മെയിൽ ഡയറക്ടേഴ്സും ഫീമെയിൽ ഡയറക്ടേഴ്സിനോടെയും വർക്ക് ചെയ്തു. അതിന്റെ ഒരു ഗ്രേറ്റ് ഡിഫറൻസ് എന്താണ്? ഗ്രേറ്റ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ പെർസ്പെക്റ്റീവ് ആയിരിക്കും ചിലപ്പോൾ. കാരണം സൗമ്യേച്ചി എനിക്ക് പറഞ്ഞു തന്നതിൽ ഞാൻ കണ്ടത്, സൗമ്യേച്ചി ചേച്ചി പറയും പെണ്ണുങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നോട്ടങ്ങൾ മതി. കറക്റ്റ് അല്ലേ? ചേച്ചി എന്നോട് അതാ പറയുന്നത്. അപ്പം ഒരു പെണ്ണിന്റെ രീതിയിലാണ് പുള്ളിക്കാരത്തിരുന്ന് ചിന്തിക്കുന്നത്. ചിലപ്പോൾ ചില നോട്ടങ്ങൾ എനിക്ക് പറയാം, നിമിഷത്തെ നമുക്ക് മാറ്റിയെടുക്കാം, ഈ ഒരു നോട്ടാണ് എനിക്ക് വേണ്ടതെന്ന്. അപ്പൊ പുള്ളിക്കാരത്തെ അഭിനയിച്ചൊക്കെ കാണിക്കോ? ചേച്ചി ആക്ച്വലി ആക്ടറാണ്. ചേച്ചി കുറെ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതിൽ ചേച്ചി പറഞ്ഞു തരുമായിരുന്നു. കറക്റ്റ് ഒരു ആക്ട്രസിൽ നിന്നുള്ള ഔട്ട്പുട്ട് എന്താ വേണമെന്ന് പുള്ളിക്കാരത്തേക്ക് അറിയാം. ഓക്കെ. അപ്പൊ ഒരുപാട് കറക്ഷൻസ് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ടേക്ക് എടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു ഷോർട്സ് വല്ല ഉണ്ട്? അല്ല, അങ്ങനെ ടേക്ക് എടുക്കാറില്ലായിരുന്നു. പറഞ്ഞു തരുമ്പോ ചെയ്യായിരുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. ഇതിനകത്ത് എനിക്ക് ഒത്തിരി കാര്യം നിമിഷ പറഞ്ഞു. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു സംശയം എന്നാന്നറിയോ, നിമിഷയ്ക്ക് ഒരു കാര്യം ഭയങ്കരമായിട്ട് ചെയ്യാൻ അറിയാന്ന്. എടോ താൻ സിനിമയിൽ ബറോട്ടയൊക്കെ എന്ത് രസമായിട്ട് അയ്യോ അടിപൊളിയാ. പഠിച്ചതാണെന്ന് സ്വന്തമായിട്ട് അറിയാവോ? അയ്യോ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ആക്ച്വലി ഒരു കുപ്രസിദ്ധ പയ്യന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹോട്ടലിലാണ് ഷൂട്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് എനിക്ക് കാരവാനിൽ പോയി ഇരിക്കാൻ പറ്റില്ല. അയ്യോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അപ്പൊ അല്ലെങ്കിൽ ഞാൻ അവിടെ മധു ചേട്ടന്റെ കൂടെ ക്ലാപ്പ് അടിക്കാൻ വേണ്ടി നിൽക്കും വെറുതെ. അപ്പൊ ഞാൻ അവിടെ നോക്കിയപ്പോൾ അവിടെ ചേട്ടന് പൊറോട്ട അടിക്കുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ട് അവർ ചെയ്യുമ്പോൾ അത് കാണാൻ. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചതാ ചേട്ടാ എന്നെ ഒന്ന് പഠിപ്പിക്കാമെന്ന്.
അപ്പം അങ്ങനെ ചെയ്ത് നോക്കിയതാ. അപ്പൊ ഇപ്പൊ വീട്ടിൽ ഇനിയിപ്പോ എന്നാ ഉണ്ടാക്കിയാലും പൊറോട്ട എനിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിട്ട് ചെയ്യില്ലേ ഇപ്പൊ? അയ്യോ എനിക്ക് കുറെ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു ട്രോള്, സിനിമ ഇല്ലെങ്കിലും ഈ കൊച്ചു ജീവിച്ചു പോകുന്നു. എന്നിട്ട് വീട്ടിൽ പോയി ഉണ്ടാക്കിയോ? വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിയില്ല. ഓക്കെ, വീട്ടിൽ പാചകമൊക്കെ ചെയ്യും? വീട്ടിൽ കുക്കിംഗ് ചെയ്യും. മമ്മി എല്ലാ 2 പെൺകുട്ടികളെയും അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്? ആക്ച്വലി മമ്മി ജോലിക്ക് പോയി, ഞാൻ പറഞ്ഞില്ലേ മമ്മി ജോലിക്ക് പോവായിരുന്നു. അപ്പൊ ഞാനും ചേച്ചിയായിരുന്നു, അപ്പൊ എക്സ്പെരിമെന്റ് ചെയ്യായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി. ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോ സ്കൂൾ സമയത്തൊക്കെ ലെമൺ റൈസ് ഒക്കെ ഉണ്ടാക്കും, ബുർജി ആയിട്ട് എഗ് ബുർജി എല്ലാം ഉണ്ടാക്കും, ചപ്പാത്തി ഉണ്ടാക്കും, ഡാൽ ഉണ്ടാക്കും. ഇതെല്ലാം നോർത്ത് ഇന്ത്യൻ ഫുഡാണ്, നമ്മുടെ നാടൻ ഭക്ഷണം കഴിക്കുന്നത്. പപ്പായ്ക്ക് എത്രയായാലും നാടൻ ഭക്ഷണമായിരിക്കും ഇഷ്ടം. അപ്പൊ നല്ല ചിക്കൻ കറി ഉണ്ടാക്കി. അപ്പായ്ക്ക് എന്നാ ഇഷ്ടം? പപ്പയ്ക്ക് കപ്പയും മീൻ കറിയും. അതൊക്കെ കിട്ടും അവിടെ? കപ്പ കിട്ടും, കപ്പ കിട്ടും. മുംബൈയിലാണെങ്കിലും കപ്പ കിട്ടും. അപ്പൊ മമ്മി സൺഡേ ഉണ്ടെങ്കിൽ പറയുന്നത് എനിക്കതൊന്നും അറിയില്ല. ഞാനിപ്പോഴും കപ്പയും മീൻ കറി എന്നാ പറയുന്നത്. എടോ താൻ ചെന്ന് കപ്പ മേടിക്കുന്നത് എങ്ങനെടോ? മുരുകൻ മാമന്റെ ഒരു മലയാളി സ്റ്റോഴ്സ് ആണ്, അത് ഭയങ്കര ഫേമസ് ആണ്. ഇതൊക്കെ ഭയങ്കര ഫേമസ് ആണ് അവിടെ. മുരുകൻ മാമന്റെ മലയാളി സ്റ്റോഴ്സ് ആണ്. മുംബൈ ചെന്നിട്ട് മുരുകൻ മാമന്റെ കട ചോദിച്ചാ അത് സത്യം. അമ്പർനാഥിൽ ഇറങ്ങിയിട്ട് അവിടെ ആരോടെങ്കിലും ചോദിച്ചാ പറയും മുരുകൻ മാമൻ. അമ്പർനാഥില് ഫിലിമില് ലാലേട്ടനും ശ്രീനേട്ടനും കൂടെ പോയ പോലെ ഇരിക്കും മുംബൈയില്. എന്തെന്നാടോ അവിടെ നിന്നാ വാങ്ങിക്കുന്ന കപ്പ. അതുകൊണ്ട് ഞാനല്ലോ വാങ്ങിക്കുന്ന, മമ്മിയല്ലേ വാങ്ങിക്കുന്നത്. ഞാൻ ചുമ്മാ ഒരു സംശയം ചോദിക്കാം, ഈ കപ്പ എത്രയെല്ലാം അവിടെ വരും? നോർത്ത് ഇന്ത്യൻസ് കുറച്ചു പേർക്ക് അങ്ങനെ അറിയായിരിക്കും. എനിക്കറിയില്ല, അറിയാവില്ല ഒന്നും. ഞങ്ങൾ ഉണ്ടാക്കി ഇല്ല ഇല്ല, ഞാൻ അവിടെ വീട്ടിൽ ഉണ്ടാക്കുന്നതും കണ്ടിട്ടില്ല. ഇല്ല ഇല്ല. അതുകൊണ്ട് പറഞ്ഞാൽ ഈ മുംബൈയിൽ വളർന്നിട്ടൊന്നും വെളിയിൽ ഇറങ്ങിയിട്ടില്ലേ? ഇറങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ എന്താണോ ഒന്നും അറിയില്ല. അയ്യോ, പക്ഷെ ഞാൻ അവിടെ വീട്ടിൽ പോയിട്ട് ഒരു കപ്പ ഉണ്ടാക്കിയൊന്നും ഞാൻ നോക്കാറില്ലായിരുന്നു. 2 വർഷം? എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? 2 വർഷമായി. ഇവിടെ ഇറങ്ങിയോ? ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാം അറിയാം സ്ഥലം. ബാക്കി സ്റ്റഡീസ് എല്ലാം കേരളത്തിൽ നടത്താന്ന? ഞാൻ ഇപ്പൊ അവിടെ കംപ്ലീറ്റ് എല്ലാരും ക്വിറ്റ് ആയി? അല്ല, വീട് അവിടെ തന്നെ ഉണ്ട്, പപ്പ അവിടെ തന്നെ ഉണ്ട്. പപ്പയുടെ ജോലിയില്ലേ തീരാതെ പോരാൻ. അപ്പൊ ചേച്ചി പപ്പയുടെ കൂടെ ഉണ്ട്? അല്ല, ചേച്ചി പൂനെയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ മമ്മിയും ഞാനും. പൂനെ കുറച്ച് അടുത്താണ്. ഓക്കെ. ഇപ്പം ഇനിയിപ്പോ പെട്ടെന്ന് ആ ചോദ്യം ചോദിക്കാൻ പാടില്ല, പക്ഷെ എന്നാലും ഒരു ആങ്സൈറ്റിയുടെ പുറത്ത് ചോദിക്കാം, കല്യാണം ബോംബെന്ന് കേട്ടോ ഇവിടുന്ന് കേട്ടോ? എനിക്ക് മലയാളി ചെക്കൻ വേണം. എന്തുകൊണ്ട് വേറെ എനിക്ക് മലയാളി ചെക്കനെ വേണം? ഇവിടെ മലയാളി നമ്മള് കേരളത്തില് എന്നാ ഡിമാൻഡ്? അങ്ങനെ ഡിമാൻഡ് ഒന്നുമില്ല. പാവ. ആര്? ഞാൻ പാവ. തനിക്ക് വരാൻ പോകുന്ന ചെക്കൻ എങ്ങനെ ഇരിക്കണമെന്ന്? ചേച്ചി അതൊന്നും ഞാൻ എനിക്കിപ്പോ കൊച്ചാ, ഞാൻ അങ്ങനെ വയസ്സൊന്നും അതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതന്നെ ചെയ്യാം. അപ്പത്തേക്ക് നല്ലൊരു ആക്ട്രസ് ആയി അല്ലേ? ഞാനൊരു കാര്യം പറയാം, നിമിഷയുടെ പ്ലസ് പോയിന്റ്സ് ഞാൻ പറയാം എന്ന് പറഞ്ഞു. നിമിഷയ്ക്ക് നല്ലൊരു ശാലീന പെൺകുട്ടിയുടെ നല്ലൊരു ഭംഗിയുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോ എനിക്ക് തോന്നുന്നു ശോഭന ചേച്ചിയുടെയും അത്രയും ഹൈറ്റ് നിമിഷയ്ക്കുണ്ട്. ആ ഒരു ഫിഗർ എല്ലാം വന്നിട്ടുണ്ട്. എന്താ പറയാ, ഈശ്വര അനുഗ്രഹമായിരിക്കും. അതുപോലെ തന്നെ ഈശ്വര അതേപോലെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നിമിഷം ഉണ്ടാവട്ടെ. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഇൻബോൺ ആണ്, ഈശ്വരൻ തന്ന പ്ലസ് പോയിന്റ്സ് ആണ്. നാച്ചുറൽ അഭിനയം, ഈ പറഞ്ഞ പോലെ ഒരു മേക്കപ്പ് വേണ്ട എന്ന് പറഞ്ഞൊരു ആള് അഭിനയിക്കുക എന്ന് പറയുന്നത്, ഞാൻ പറയാം, ചിലർ പറയാറുണ്ട് അങ്ങനെ, ഈ ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ പുള്ളിക്കാരത്തി ഇതുപോലും ചെയ്തിട്ടില്ല, മേക്കപ്പ് പോലും ചെയ്തിട്ടില്ല, അത്ര നാച്ചുറലായിട്ടാണ് ചെയ്തിരിക്കുന്നത്, നാച്ചുറാലിറ്റി വരാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ഈവൻ ലാൽ സർ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. സർ അതിന് മേക്കപ്പ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു പ്ലസ് പോയിന്റ് ആണത്. അത് മൈനസ് ആയിട്ടല്ല, അത് മോടെ ഇഷ്ടമാണോ അല്ലേ എന്നുള്ളതല്ല, പക്ഷെ അതൊരു ബീങ് എൻ ആക്ട്രസ് അത് നല്ലൊരു വലിയൊരു പ്ലസ് പോയിന്റാണ്. ഈശ്വരൻ അങ്ങനെ തന്നെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തന്നെ നാളെ മലയാളം ഫിലിമിലെ ഒരു വലിയ നായികയാവട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നേലും തരണ്ട എൻ്റെ ഒരു സന്തോഷം. കബാബാണ്, പക്ഷെ കബാബിന്റെ ലുക്ക് ഇതാണോ ചോദിച്ചാൽ അല്ല. പിന്നെ ആദ്യമേ ഞാൻ അതങ്ങ് പറയുന്നത് അതുകൊണ്ടാ. കബാബിന്റെ ലുക്ക് ഇത് മീറ്റ് ബോൾസ് ആയിട്ട് ചെയ്തു. ശരിക്കും ഇത് സ്ക്യൂറിനകത്ത് ചെയ്തേച്ച് ഗ്രില്ല് ചെയ്താ എടുക്കുന്നത്. പക്ഷെ എല്ലാ വീട്ടിലും ആ സ്ക്യൂർ ഉണ്ടാവില്ല. അപ്പൊ സ്ക്യൂർ ഇല്ലെങ്കിൽ ഞാൻ പറയും ഈർക്കിലിക്കകത്തോട്ട് ചെയ്തേച്ചാൽ മതി. ആലോചിച്ചോക്ക്, ഈർക്കിലിക്കകത്ത് ഇത് താങ്ങുമോ? ഇതിന്റെ വെയിറ്റ് താങ്ങുമോ? പറ്റിയല്ല. അപ്പൊ നമ്മുടെ വീടുകളെല്ലാം ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ എളുപ്പ വഴി പറഞ്ഞു കൊടുത്താലേ ഒക്കത്തുള്ളൂ, പറ്റത്തുള്ളൂ. ഐഡിയ. അപ്പൊ എല്ലാരും ചെയ്യട്ടെ. ഞാൻ വിളമ്പട്ടെ. ചനാദാലാണ്. പാചകത്തെ കുറിച്ചൊക്കെ അറിയാം. ചനാദാലാണെന്ന് മനസ്സിലാവും. പൂരൻപൂളി ഉണ്ടാക്കുള്ള ചനാദാൽ വെച്ചു. പൂരൻപൂളി, യെസ്. നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ ബോളി കണ്ടിട്ടുണ്ടോ? അതിന്റെ ഒരു വേറെ ഇതല്ലേ? സെയിം ആണ്, പക്ഷെ
ഫീലിങ്സ് കുറച്ച് കൂടുതലായിരിക്കും നമ്മൾക്ക്. കൂടുതലാണ്. പിന്നെ ഇപ്പോ ടൊവിനുമായിട്ട് ഒരു മൂവി ചെയ്തു. അതാ അത് ടൊവിനുമായിട്ടുള്ളത് എക്സ്പീരിയൻസസ്. ടൊവിനോ ഇവിടെ വന്നിട്ടുണ്ട് മുന്നേ. ഞാൻ കണ്ടു. നല്ലൊരു ഉപദേശം ടൊവിനോ നാട്ടുകാർക്ക് മുഴുവൻ പഠിച്ചു. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് എന്നാ ചെയ്യാനാണ്? ടോവിചായൻ തന്നെ പറഞ്ഞു പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്. മധുചേട്ടനല്ലേ എന്റെ മധുചേട്ടനാണ്. മധുചേട്ടൻ അനു ചേച്ചി ഉണ്ട്, അനു സിതാര ചേച്ചി. അപ്പോൾ എക്സ്പീരിയൻസ് എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. നെടുമുടി വേണു അച്ഛനുണ്ട്, സിദ്ദിഖിക്ക ഉണ്ട്, ശരണ്യ മാം ഉണ്ട്, അലൻ ചാച്ചനുണ്ട്. അപ്പോൾ എന്താ പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത്. ഒരു ലേണിംഗ് എക്സ്പീരിയൻസ്. ഒരു പുതിയ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാൻ കിട്ടിയ ആ ഒരു ഫീലായിരുന്നു. പിന്നെ ടോവിചായൻ സെയിം ആണ്, ഭയങ്കര ഡൗൺ ടു എർത്ത് പേഴ്സൺ. ടോവിചായൻ അയ്യോ ടോവിചായൻ ഇപ്പോൾ ഔട്ട്ഡോർ ഷൂട്ടൊക്കെ ആണെങ്കിൽ താഴെയൊക്കെ പോയിരിക്കും. പിന്നെ നോർമൽ സാധാരണ ആൾക്കാരായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യും. കറക്റ്റ് ആണ്. കാരണം ടൊവിനോനെ കുറിച്ചിട്ട് ഇപ്പൊ നമ്മള് എല്ലായിടത്തും കണ്ടതാണ്. ഒരു ഫ്ലഡ് വന്നപ്പം ടൊവിനോ ശരിക്കും ഒരു മനുഷ്യനെ, ഒരു സെലിബ്രിറ്റി അല്ല അവിടെ. ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്നത് ആളായിട്ട് തന്നെ പോയി നിന്ന് എല്ലാം ചെയ്തു കൊടുക്കുക ചെയ്ത്, അല്ലാതെ ഇപ്പൊ പൈസ ഏൽപ്പിക്കോ അല്ലെങ്കിൽ അവർ ചെയ്തോട്ടെന്നൊരു സംഘടന ഏൽപ്പിക്കോ, അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആണെന്നാ പറയുന്നത്. ഫ്ലഡ് സമയത്ത് തന്നെ ഞാനും അനു ചേച്ചി ഞങ്ങളൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങ് പെട്ടുപോയി രണ്ടുപേരും കൂടി ഒരു സ്ഥലത്ത്. അപ്പൊ അവര് ഞങ്ങളോട് പറയുന്നത് ഇവിടെ നിന്ന് പോകാൻ പറയുക. അവർ ഇവിടെ താമസിക്കാൻ പറ്റൂല, പക്ഷെ അവിടെ പിന്നെ ഹോട്ടൽ പോലെയാണ്, അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയാം നിങ്ങൾ ആക്ടേഴ്സ് ഒക്കെ വന്നാൽ ഇവിടെ മീഡിയക്കാർ വരും, ഞങ്ങൾക്ക് ആ കവറേജ് ഒന്നും വേണ്ട. അപ്പം ഞങ്ങൾക്ക് ഇപ്പുറത്തും പോകാൻ പറ്റില്ല, അവിടെ വെള്ളം കൂടിയിരിക്കുക, ഈ സൈഡും പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ടോവിചായനെ വിളിച്ചത്. ടോവിചായ ഞങ്ങളിങ്ങനെ പെട്ടുപോയി, ടോവിചായ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ടോവിചായൻ പറഞ്ഞു നീ പോയിട്ട് പറ, ഞാനിവിടെ ലൈവ് വരും, ഞാൻ പറയും എൻ്റെ 2 കൊച്ചുങ്ങളെയും പുറത്തിറക്കി വിടുന്നുണ്ട്, അവർ സേഫ് അല്ലെന്ന് ആ സ്ഥാപനത്തിൻ്റെ പേരെടുത്ത് ഞാൻ പറയുന്നത്. അപ്പം ഞങ്ങൾ പോയിട്ട് പറഞ്ഞു ടോവിചായൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം ഞങ്ങളോട് അകത്ത് കയറി അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോവിചായൻ പറയുന്ന കാര്യം അവിടെ നമ്മൾ എന്താ നോക്കണ്ടേ, അവിടെ എല്ലാവരും മനുഷ്യന്മാരാണ്. കാണണം, അല്ലാതെ ഹെൽപ്പ് ചെയ്തു ടോവിചായൻ. കറക്റ്റാ. ഇപ്പം അതില്ല ടോവിനോ പറഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യുമായിരുന്നു. ഞാനും മമ്മിയും ഇതിപ്പോ നിങ്ങളായതുകൊണ്ട് ഇതിപ്പോ നമ്മള് വേറെ സാധാരണ ഒരു ആൾക്കാരാണെങ്കിൽ ഒന്ന് ചിന്തിച്ചേ. സത്യം ഞാനും അനുവദിച്ചിരുന്നിട്ട് പറയായിരുന്നു. ആ സാധാരണ ആൾക്കാർ ആരെ ഹെൽപ്പ് ചെയ്യും? ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് പോവാന്നെങ്കിൽ അവർക്ക് എന്നാ ചെയ്യാൻ നോക്കും? ഒന്നും ചെയ്യാനും പറ്റത്തില്ല, ഹെൽപ്ലെസ് ആയി പോവും. അങ്ങനെയൊന്നും ആരും ഒരു മനുഷ്യനും ചിന്തിക്കാൻ പാടില്ല അല്ലേ? പക്ഷെ ആ സമയത്ത് ഞാൻ ഹാപ്പി ആയിരുന്നു. നമ്മൾ കുറെ ന്യൂസ് ഒക്കെ കാണുമ്പോൾ ഒരുമയോടെ നിൽക്കുന്ന, ജാതി മതം ഭേദമൊന്നും ഇല്ലാതെ എല്ലാവരും വർക്ക് ചെയ്യുന്നു. അത് കറക്റ്റാ. ഈ പറഞ്ഞ സന്തോഷമായിരുന്നു എനിക്ക് ആ സമയത്ത്. അപ്പൊ മലയാളികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾ ഒരുമിക്കും, ഉറപ്പല്ലേ? അല്ലേ? ഉറപ്പല്ലേ? യൂണിറ്റി കണ്ടിട്ട് ഒരുപാട് സന്തോഷിച്ചു ഞങ്ങള്. ഓക്കെ. ഇപ്പൊ ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? വരാൻ പോകുന്ന പ്രോജക്ട്സ് ചോലയുണ്ട്, സനൽകുമാർ ശശിധരൻ ചേട്ടന്റെ മൂവിയാണ്. അത് ജസ്റ്റ് ഞങ്ങൾ 3 ക്യാരക്ടേഴ്സേ ഉള്ളൂ. ത്രൂ ഔട്ട് ഒരു ജേർണിയാണ് കാണിക്കുന്നത്. അപ്പൊ ഈ 2 സിനിമകളാണ് ഇപ്പോൾ. ഇനി അതിൽ മേക്കപ്പ് ഇടോ? ഇല്ല, 2 മേക്കപ്പ് ഇട്ടിട്ടില്ല. അയ്യോ ചോലയിൽ എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൻപുറത്തെ ഒരു കുട്ടി, ഭയങ്കര ചെറിയൊരു ഒന്നും വേണ്ട ആ കൊച്ചിന്. അതില് കോളേജ് കുട്ടിയായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. പിന്നെ മധുചേട്ടന്റെ ഹന്ന എലിസബത്ത് സാധാരണ വൈക്കത്തൊരു വീട്ടിലെ കുട്ടി. അറ്റ്ലീസ്റ്റ് ടാൻ മാറാൻ എന്നെല്ലാം ഇടുകയല്ലേ? ടാൻ വീഴത്തില്ല നമ്മുടെ ദേഹത്ത്. നമ്മൾ രാവിലെ ഒക്കെ ഷൂട്ട് വീഴുമ്പോഴത്തേന് സണ്ണിന്റെ ടാൻ അടിക്കുമ്പോൾ നമ്മുടെ കൈക്കൊക്കെ ആ ഇത് മാറും. ആണോ? ആ മാറും. അയ്യോ ആ മാറും. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല, ഒന്നും ചെയ്യാറില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറിക്കോളും. ഇനി ഇവിടെ വരുമ്പോ നമുക്ക് കാണാം നിമിഷ ഇല്ല. എനിക്ക് തോന്നുന്നില്ല എന്റെ ഈ രീതി വെച്ചിട്ട്. കാരണം ഇത്ര ക്രിറ്റിസിസം പറഞ്ഞിട്ട് പോലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ചേച്ചി എന്താ മേക്കപ്പ് ഇടാത്തെന്ന് ചോദിച്ചാൽ ചേട്ടാ എന്റെ ലൈഫല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഓക്കെ. ഇഷ്ടമല്ല? ഇഷ്ടമല്ലാത്തതിൻ്റെ അല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനത്തെ ഒരു റോള് വരുവാണെങ്കിൽ ചേച്ചി, നല്ല ഒരു റോള് വരുവാണ്, മേക്കപ്പ് ഇടുന്ന ഒരു കുട്ടിയാണെന്നൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഇടും. അല്ലാതെ സാധാരണ വീട്ടിലെ പെൺകുട്ടികളായിട്ട് എന്തിന്? ഓക്കെ. യു ഓൾവേസ് കമ്പയർ ദീസ് ക്യാരക്ടേഴ്സ് വിത്ത് ദ ഒറിജിനൽ ലൈഫ്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എനിക്ക് ആ ചേട്ടായിമാരോട് ചോദിക്കുന്ന കാര്യം അത്രേ ഉള്ളൂ. നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ അനിയത്തി വീട്ടിലിരിക്കുമ്പോൾ മേക്കപ്പ് ഇടുമോ? ഇല്ലല്ലോ, പിന്നെ എന്തിനാണ്? അതാ, അത് കറക്റ്റ്. ഇനി നിമിഷം വന്നിട്ട് ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങളൊക്കെ മാറ്റട്ടെ, അതാ നല്ലത് അല്ലേ? കുറെ കാര്യങ്ങൾ നമ്മൾ റൂൾസ് വെച്ചിട്ടുണ്ട്, ഇന്ന പോലെ ചെയ്യണം, ഇന്ന പോലെ ചെയ്യണം, മേക്കപ്പ് വേണം, ഭംഗി വേണം, അതൊന്നും വേണ്ട. അപ്പൊ നിമിഷം വന്നിട്ട് ഇനി ആ മാറ്റങ്ങളൊക്കെ വരട്ടെ ഇൻഡസ്ട്രിയിലേക്ക്. മാറ്റം വരുത്താനൊന്നും അല്ലട്ടോ, നിമിഷയുടെ ഓൺ ഡിസിഷൻസ് ആണ്. എന്റെ സ്വന്തം എനിക്ക് വേണ്ടിട്ട് ഞാൻ ചെയ്യുന്നത്. ഇനി ബോംബെ പോകുന്നുണ്ടോ? സെറ്റ്? ഇല്ല ഇനി ട്രിവാൻഡ്രം സെറ്റിൽ ആവുക? ട്രിവാൻഡ്രം അല്ല, ഞാൻ കൊച്ചി സെറ്റിൽ, കേരളയിൽ സെറ്റിൽ ആവുക. ഇനി തിരിച്ചില്ല, പപ്പ ഇനി റിട്ടയർ ചെയ്ത് വരികയുള്ളൂ. ആ പപ്പ എന്റെ അടുത്ത് വന്ന് നിന്നോട്ടെ.
ഇനി ഞാൻ പോകുന്നില്ല ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ പോയി മീറ്റ് ചെയ്യും, ചിലപ്പോ കറങ്ങാൻ പോകും. പക്ഷെ എനിക്കിപ്പോ ഇവിടെ നിന്നാ മതി, കൊച്ചിയില്. അതാ ഇഷ്ടം. പ്രോജക്ട്സ് വരുന്നുണ്ട്, നല്ല ആൾക്കാരാണ്, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. മലയാളികളൊക്കെ ഇഷ്ടപ്പെട്ടു. അയ്യോ ചേച്ചി, ഞാനും ബോംബെയിൽ വളർന്നിട്ട് ഇപ്പോഴല്ലേ അവരുമായിട്ട് വൈക്കത്തുകാരും ഒരുപാട് ഇഷ്ടമാണ്. അവിടെ മാത്രം അങ്ങനല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് എന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. അപ്പൊ ഞാൻ മധുചേട്ടന്റെ ഷൂട്ടിന് പോയപ്പോഴും അവർക്ക് ഞാൻ ഇപ്പൊ ഒരു ശ്രീജയാണ്, ആ തൊണ്ടി മുതലല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അമ്മമാരുടെ അടുത്ത് വരുന്നത്. നിമിഷമായിട്ടില്ല. അപ്പൊ എനിക്ക് ആ സ്നേഹം കാണുമ്പോൾ എനിക്ക് ഇഷ്ടം അവിടെ. ഇതേപോലെ എല്ലാവരും സ്നേഹിക്കും തന്നെ, എല്ലാ മലയാളികളും സ്നേഹിക്കും. അപ്പൊ ഒരു നാട് മാത്രം പറയാൻ പാടില്ല, ഹോൾ കേരള. ഹോൾ കേരള എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ചിലപ്പോ ഞാൻ എന്റെ തുടക്കമായതുകൊണ്ട് വൈക്കത്തപ്പന്റെ അനുഗ്രഹം, അതിന്റെ ഒരു ഇഷ്ടമാണ് വൈക്കത്ത് എനിക്ക്. സത്യം, ഈ പറഞ്ഞ വൈക്കത്തപ്പൻ എന്നല്ല മോളെ, ഈശ്വര അനുഗ്രഹം നല്ലോണം മൂക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മൂക്ക് ഇൻബോൺ ആയിട്ട് തന്നെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിന് മേക്കപ്പ് വേണ്ട എന്നൊക്കെ പറയുന്നത്. എനിവേ യു ഷുഡ് കീപ്പ് ഇറ്റ് അപ്പ്. അത് ഈ പോകുന്ന ട്രാവൽ ഒരു വലിയ ട്രാവലാണ്. ആ ട്രാവലിനകത്ത് അത് മുടങ്ങി പോവാതിരിക്കട്ടെ. ആ ഒരു സ്റ്റേണിലും ആ ഒരു ബോൾഡ് ഡിസിഷനും കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. എനിവേ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ വിളിച്ചില്ലേ? സന്തോഷം. സമയമില്ല, ഇങ്ങോട്ട് വരാനായിട്ട് സമയമില്ല. ഇനി വിളിക്കാന്ന് വെച്ചാല് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോ ഭയങ്കര വലിയ നായികയാവും. സോ ഇവിടെ വന്നിട്ട് ഒരു അരമണിക്കൂർ ഇരിക്കാൻ പോലും സമയം. എന്താണ് എന്റെ എയിം? കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും എന്റെ സിനിമകൾ ഓർത്ത് വെക്കുക, അത്ര. അല്ല, അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അഭിനയിക്കോ? ഞാൻ അഭിനയിക്കും. ഞാൻ അവിടെ അഭിനയിക്കും. ഞാൻ ക്യാമറയുടെ ബാക്കില് ചെയ്യും, എന്തെങ്കിലും ഞാൻ ചെയ്യും. സിനിമ റിലേറ്റഡ് ആയിരിക്കും, പക്ഷെ സിനിമനെ വിടൂല. ഇല്ല, ലൈഫ് ലോങ് അത് കൂടെ പിടിച്ചോളൂ. സിനിമയുടെ ക്യാമറയുടെ ബാക്കിൽ വർക്ക് ചെയ്യാലോ, അഭിനയിക്കുന്നില്ലെങ്കിൽ പോലും. അങ്ങനെ എന്തെങ്കിലും. അല്ല, അങ്ങനെയല്ല, അതിന്റെ ഒപ്പം കാണും. എല്ലാം ഇഷ്ടമാണ്. ഭർത്താവ് ഇഷ്ടമല്ല എന്ന് പറയുവാൻ എന്നെ എടുക്കും. തന്റെ ഒരു ശാലീന സൗന്ദര്യവും നല്ല ഒതുങ്ങിയ പെൺകുട്ടിയാണ്. ബോംബെ വളർന്നിട്ട് പോലും ഈ കുട്ടി ഇത്ര സൈലന്റ് ആണ്. അല്ല, ഓക്കെ, ആക്റ്റീവ് അത് നിന്നോട്ടെ. പക്ഷെ ബോംബെ വളർന്ന കുട്ടിയാണെങ്കിൽ പോലും അങ്ങനെയല്ല. അയ്യോ നല്ല കുട്ടിയാണിത്, എനിക്ക് കുട്ടിയെ വൈഫായിട്ട് മതി എന്ന് പറഞ്ഞാണ് കല്യാണം കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ടില്ല, എനിക്ക് അഭിനയിക്കണം, എനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ പറ്റില്ല എന്ന് പുള്ളി പറഞ്ഞാൽ നടക്കും. പുള്ളിനോട് പാടം നോക്കിയപ്പോ ഞാൻ പോവാന്ന്. നമ്മുടെ അമ്മമാരൊന്നും കേൾക്കണ്ട, നിമിഷം ഒന്നും പറഞ്ഞില്ല, നല്ല കുട്ടിയാണ്. അങ്ങനെയല്ല, അല്ലെങ്കിൽ വല്ല ക്യാമറമാൻ ഇൻഡസ്ട്രിയിലുള്ള ആരെങ്കിലും നോക്കിയാ പോരെ? എന്റെ മമ്മി. ഞാൻ വെറുതെ പറഞ്ഞതാ. പലരും ഇത് കേൾക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഞാൻ ഇതിനു വേണ്ടി മാത്രം പറഞ്ഞതാണ്. ചേച്ചി പറഞ്ഞതിന്റെ അങ്ങനത്തെ ആണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. എന്തായാലും അച്ഛനമ്മ ഇനി അങ്ങനെ നോക്കിയാൽ മതി കേട്ടോ, അല്ലാണ്ടൊന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇപ്പോഴേ മനസ്സിലാക്കി തന്നു, ബാക്കി അച്ഛനമ്മയുടെ കയ്യിലിരിക്കുന്ന ബാക്കി കാര്യങ്ങൾ. എനിവേ, എന്തോ ആയിക്കോട്ടെ മോളെ, ഒരു നല്ല ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ പ്രേക്ഷകരും എല്ലാ ബ്ലെസ്സിങ്സ് ഭഗവാൻ തരട്ടെ. എല്ലാ പ്രോത്സാഹനവും എൻ്റെയും എൻ്റെ പ്രേക്ഷകരുടെയും വകയുണ്ടാവും. താങ്ക് യു വെരി മച്ച്. എപ്പോഴും ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ ഷോ വൈൻഡപ്പ് ചെയ്യാറുള്ളത്. ഇന്ന് എൻ്റെ ഒരു ആഗ്രഹം എന്താ അറിയോ? മറാഠിയിൽ പറയണോ? മറാഠിയിൽ പറയണോ, ഹിന്ദിയിൽ പറയണോ? അതിന്റെ മലയാളത്തിൽ തന്നെ പറയാം. ഇപ്പൊ ആനി ചേച്ചി അടിപൊളിയായിട്ട് ഫുഡെല്ലാം ഇത് കുക്ക് ചെയ്തിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. ചിക്കൻ കബാബ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന്. മറാഠി വേണ്ട. അപ്പോ അടുത്ത എപ്പിസോഡിൽ ആനി ചേച്ചി ഇനിയും നല്ല അരെ വാ, ഹിന്ദി में बात करते हैं. എന്റെ പ്രേക്ഷകർക്ക് ഒന്നും മനസ്സിലാവുമോ? അപ്പൊ ചേച്ചി ഒന്ന് ഹിന്ദിയിൽ ഒന്ന് വൈൻഡപ്പ് ചെയ്തെന്ന് ഒരു പ്രാവശ്യം പ്ലീസ്. ഞാൻ ഒന്ന് നോക്കാനാ, എന്നിട്ട് ഞാൻ തിരുത്തി തരാം. ഈ വേണ്ടാത്ത ഭാഷ നോക്കാനേ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. ഹിന്ദി പറഞ്ഞാൽ ഞാൻ പറയാമല്ലോ. ओके, हिंदी में बात करते हैं. तो आज का आपका डिश बहुत ज़्यादा अच्छा था, मुझे बहुत ज़्यादा अच्छा लगा और मुझे आप बहुत ज़्यादा अच्छे लगे. क्यों मतलब पता नहीं, मुझे अच्छा लगा आप बहुत ज़्यादा. താങ്ക് യു, ശുക്രിയ. അയ്യോ, മലയാളി ഓഡിയൻസ് ആണ്, നമ്മൾ മറക്കല്ലേ. അതാണ് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മലയാളത്തിൽ ഹിന്ദി സംസാരിച്ച തോടെ മാലൂം പക്ഷെ എന്നാലും എന്റെ മലയാളികൾക്ക് ഈ പറഞ്ഞ പോലെ ദേശീയ ഭാഷ കുറച്ച് മനസ്സിലാക്കുന്നതുകൊണ്ടും കുറച്ച് അറിഞ്ഞിരിക്കുന്നതുകൊണ്ടും തെറ്റൊന്നുമില്ല കേട്ടോ. എവിടെ പോയാലും, ഇന്ത്യയിൽ എവിടെ പോയാലും പക്ഷെ നമ്മുടെ മലയാളികൾ പിടിച്ചു നിൽക്കും. എവിടെ പോയാലും തോടാ ഹിന്ദി മാലൂം എന്ന് പറഞ്ഞിട്ടൊന്നും വേണ്ട, തോടാ അത്രയൊക്കെ ആവശ്യമുള്ളൂ. എനിവേ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓക്കെ.